ഇലക്ട്രിക് കറണ്ടിലെ പാർട്ട് നമ്പർ 2 ലെക്ചറാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ എന്തൊക്കെയായിരുന്നു ഡിസ്കസ് ചെയ്തത്? എന്താണ് കറണ്ട് നോക്കി അല്ലേ? കറണ്ട് എന്താണ്? കറണ്ടിന്റെ ഇക്വേഷൻ നമുക്കറിയാം. കറണ്ട് എന്താണ്? ഇസ് ഈക്വൽ ടു Q by T. റൈറ്റ്? Q എന്ന് പറയുന്നത് ചാർജും T പറയുന്നത് എന്താണ്? ടൈമുമാണ്. റൈറ്റ്? പിന്നെ നമ്മൾ ഹോംസ് ലോ ഡിസ്കസ് ചെയ്തു. എന്താണ് ഹോംസ് ലോ? ഹോംസ് ലോ വഴി നമുക്ക് കിട്ടിയ ഇക്വേഷൻ ആണ് എന്ത്? V is equal to IR. Right? What is V? V is the voltage, I is the current, and R is the resistance. പിന്നെ നമ്മൾ എന്തായിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്? നമ്മൾ പറഞ്ഞു ഓരോ ഡിവൈസസും ഇലക്ട്രിക്കൽ എനർജീനെ കൺവേർട്ട് ചെയ്ത് അതിൻ്റെ യൂസ്ഫുൾ ഫോമിൽ കൺവേർട്ട് ചെയ്യും. ഈ പ്രക്രിയയിലാണ് നമ്മൾ എന്ത് പറഞ്ഞുകൊണ്ടിരുന്നത്? ദി എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ഇൻ ദ ഡിവൈസ്. റൈറ്റ്? അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി അല്ലേ? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്താണ് പറയുന്നത്? ഇറ്റ് സ്റ്റേറ്റ് ദാറ്റ് എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് nor destroyed. It can be converted from one form of energy into another form. അതായത് എനർജീനെ ഒരു ഫോമിൽ നിന്നും മറ്റൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ, ഒരിക്കലും അത് ക്രിയേറ്റോ ഡെസ്ട്രോയോ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു അല്ലേ? അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറെ ഡിസ്കസ് ചെയ്തു. ബൾബിന്റെ കൺവേർഷൻ എന്താ? ഇലക്ട്രിക്കൽ എനർജിന്ന് ലൈറ്റ് എനർജി ആണ്. ഫാൻ എന്താണ്? ഇലക്ട്രിക്കൽ എനർജിന്ന് മെക്കാനിക്കൽ എനർജി ആണ്. അങ്ങനെ നമ്മൾ കുറെ ഡിസ്കസ് ചെയ്തല്ലോ അല്ലേ? ഈ കൺവേർഷൻ ഒക്കെ എന്താണ്? അതായത് ഇലക്ട്രിക്കൽ എനർജീനെ യൂസ്ഫുൾ ഫോമിൽ കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സാണ്. ഇലക്ട്രിക് ബൾബ് എടുക്കുകയാണെങ്കിൽ നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല. ബൾബ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ബൾബിന്റെ അടുത്തൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് ചെറിയ രീതിയിൽ ചൂട് അനുഭവപ്പെടാറില്ലേ? നമ്മുടെ ഇൻകാൻഡസെന്റ് ബൾബിൽ. അത് എന്തുകൊണ്ടാണ്? അവിടെ ചെറിയ തോതിൽ എന്താണ് ഇലക്ട്രിക് ഹീറ്റ് എനർജിയും അവിടെ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. റൈറ്റ്? അതായത് ഓരോ ഡിവൈസസും അതിൻ്റെ നമ്മൾ കൊടുക്കുന്ന എനർജീനെ ഇലക്ട്രിസിറ്റിയാണ് നമ്മൾ അതിലൊക്കെ പാസ് ചെയ്യുന്ന ഇലക്ട്രോണിക് ഡിവൈസസിൽ. അതിൽ കൊടുക്കുന്ന എനർജീനെ അത് എന്താണ് ഡിസയേർഡ് ഫോമിലും കൺവേർട്ട് ചെയ്യുന്നുണ്ട്, അൺഡിസയേർഡ് ഫോമിലും കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ബൾബിന്റെ കേസസിൽ എടുക്കുകയാണെങ്കിൽ അതിന്റെ ഡിസയേർഡ് ഫോം ഓഫ് എനർജി, അതായത് യൂസ്ഫുൾ ഫോം ഓഫ് എനർജി എന്താണ്? ലൈറ്റ് എനർജിയാണ്. ചെറിയ തോതിൽ എന്താണ് അത്? ഹീറ്റ് എനർജിയും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുവിധം എല്ലാ ഡിവൈസസിലും എന്താണ് ചെറിയ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി അത് സറൗണ്ടിങ്സിലേക്ക് റിലീസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഇൻ എ ഹോൾ നമുക്കൊരു എനർജി കൺവേർഷൻ ഡിവൈസസിനെ, ഇതൊരു എനർജി കൺവേർഷൻ ഡിവൈസസ് ആണ്. ഓക്കെ, സങ്കല്പിക്കുക നമ്മൾ ഇതിൽ കൂടി ഇൻപുട്ടായിട്ട് ഇലക്ട്രിക്കൽ എനർജി കൊടുക്കുകയാണ്. അപ്പോൾ ഔട്ട്പുട്ടിൽ ഒരു യൂസ്ഫുൾ ഫോം ഓഫ് എനർജി ഉണ്ടാവും. ഒരു എന്താണ് അൺഡിസൈറബിൾ ഫോം ഓഫ് എനർജിയും ഉണ്ടാവും. which will dissipate into the surroundings. Okay, അപ്പോൾ നമ്മൾ എത്രത്തോളം എമൗണ്ട് ഓഫ് എനർജിയാണ് ഇൻപുട്ടിൽ കൊടുക്കുന്നത് അത്രത്തോളം എമൗണ്ട് ഓഫ് എനർജി നമുക്ക് ഔട്ട്പുട്ടിൽ നിന്നും കിട്ടും. പക്ഷെ ഫോം എന്തായിരിക്കും? ഡിഫറെൻറ്റ് ഫോമിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എത്രത്തോളം എമൗണ്ട് ഓഫ് എനർജി നമുക്ക് ഇൻപുട്ട് കൊടുക്കുന്നു അത്രത്തോളം എമൗണ്ട് ഓഫ് എനർജി ഈസ് ഇൻ യൂസ്ഫുൾ ഫോമും, ആൻഡ് സം ഓഫ് ദി യൂസ്ഫുൾ ഫോം ഓഫ് എനർജിയും അൺഡിസൈറബിൾ ഫോം ഓഫ് എനർജി ആയിട്ടായിരിക്കും കിട്ടുന്നത്. ഓക്കെ, ചില ഡിവൈസസ് ഉണ്ട്, ഈ ഹീറ്റർ അല്ലെങ്കിൽ അയോൺ ബോക്സ് അങ്ങനത്തെ ഡിവൈസസ് ഒക്കെ എന്താ ചെയ്യുന്നത്? കൊടുക്കുന്ന കംപ്ലീറ്റ് ഓഫ് എനർജി എന്തായിരിക്കും? അത് ഹീറ്റ് എനർജി ആയിട്ടായിരിക്കും കൺവേർട്ട് ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു, അതായത് ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് എനർജി ഇലക്ട്രിക്കൽ കറണ്ടിനെയാണ് നമ്മൾ ഇന്നെന്താ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അതിനൊന്ന് ഞാനൊന്ന് റിവൈസ് ചെയ്തു എന്നേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ടിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഓക്കെ,
heating effects of electric current. അങ്ങനെയാണ് നമുക്കൊരു സർക്യൂട്ട് കൺസിഡർ ചെയ്താലോ. ഞാനൊരു നിക്രോം വയർ ഒരു ബാറ്ററിയിൽ കണക്ട് ചെയ്യാണ്. ഓക്കെ, ഒരു നിക്രോം വയർ ഉണ്ട്, അതിനൊരു റെസിസ്റ്റൻസ് ഉണ്ടാവുമല്ലോ. ഇതൊരു നിക്രോം വയർ ആണ്, അതിനൊരു റെസിസ്റ്റൻസ് ഉണ്ട്, അതിനെ ഞാനൊരു ബാറ്ററിയിൽ കണക്ട് ചെയ്യാണ്, ഒരു സ്വിച്ച് ഉണ്ട്. ഓക്കെ, ഒരു സ്വിച്ച് ആണ്, ഇതൊരു നിക്രോം വയർ ആണ്. എന്താണ്, അതിനുള്ള റെസിസ്റ്റൻസ് R എന്ന് ഞാൻ റെപ്രസെന്റ് ചെയ്യും. അപ്പോൾ ഞാൻ ഈ സ്വിച്ച് ഓൺ ആക്കിയാൽ എന്താ, ഇത് കൂടി ഇലക്ട്രിസിറ്റി പോവില്ലേ, അതായത് കറണ്ട് അല്ലെങ്കിൽ ചാർജസ് ഇതിൽ ഫ്ലോ ചെയ്യില്ലേ. അങ്ങനെ ചാർജ് ഫ്ലോ ചെയ്ത് കുറച്ച് കഴിയുമ്പോഴേക്കും നിക്രോം വയർ എന്തായിരിക്കും, ചൂടാകാൻ തുടങ്ങും. കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റെഡ് ഹോട്ട് കണ്ടീഷനിലേക്ക് ആവും. അതെന്താ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഇതാണ് നമ്മുടെ എന്താണ് ഒരു സർക്യൂട്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, ഒരിക്കലും മനസ്സിലാവുന്നില്ലെങ്കിൽ എല്ലാവരും എന്താണ് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം, എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാനുണ്ടെങ്കിൽ. അപ്പം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്കിത് കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ പറ്റും. എന്തൊക്കെയാണ് മനസ്സിലാവാത്ത പോർഷനൊക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ മനസ്സിലാവുന്നില്ലെങ്കിൽ ഒന്ന് ആ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി ഞാൻ ഈ ഡയഗ്രത്തിനെ മാറ്റിയിട്ട് വരയ്ക്കാൻ പോകാം. ഓക്കെ, അതായത് നിക്രോം വയറിന്റെ റെസിസ്റ്റൻസ് ആണ്. ഒരു ബാറ്ററി ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്, ഒരു സ്വിച്ച്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു പൊട്ടൻഷ്യൽ പ്ലസ് മൈനസ്, അതായത് ഈ റെസിസ്റ്റൻസ് ആണ്. ഇപ്പൊ ഞാൻ ഈ സ്വിച്ച് ഓൺ ആക്കിയാൽ ഇതിൽ കൂടി കറണ്ട് പാസ് ചെയ്യാൻ തുടങ്ങും. റൈറ്റ്, കറണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൽ എത്ര കറണ്ട് ഉണ്ട് എന്ന് ഒരു ആമീറ്റർ വെച്ചാൽ എനിക്കിവിടെ എന്താണ് മെഷർ ചെയ്യാൻ പറ്റില്ലേ. അപ്പൊ ഞാൻ ഇവിടെ ഒരു ആമീറ്റർ കണക്ട് ചെയ്യാൻ പോകും, ഇതിൽ കൂടി എത്രത്തോളം കറണ്ടാണ് പാസ് ചെയ്യുന്നതെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഈ റെസിസ്റ്ററിന്റെ ഈ ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണെന്ന് മനസ്സിലാക്കാൻ ഞാനൊരു വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണെന്ന് നമുക്ക് കാണാം. ഇവിടെ എക്സ് വൈ എന്ന് ഞാൻ റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ വാട്ട് ഇസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്, എന്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്? The potential difference is defined as a potential difference between 2n plus 1 volt of what 1 joule of work is required to move a 1 coulomb of charge between 2 points. അതായത് ഈ രണ്ട് പോയിന്റ് തമ്മിൽ ഈ രണ്ട് പോയിന്റിന്റെ ഇടയിൽ ഒരു 1 coulomb of charges മൂവ് ചെയ്യാൻ 1 joule of work ആണ് എടുക്കുന്നതെങ്കിൽ അവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്തായിരിക്കും? 1 volt ആയിരിക്കും. മനസ്സിലായോ? ഒന്നുകൂടി പറയാം. അതായത് ഒരു കൂളംബ് ഓഫ് ചാർജസ് ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 1 joule ഓഫ് വർക്കാണ് ചെയ്യുന്നതെങ്കിൽ അതിനെ എന്താണ് പറയുന്നത്? 1 volt ഓഫ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് അവിടെ ഉള്ളത് എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ എൻ്റെ കയ്യിൽ ജസ്റ്റ് ഇമാജിൻ ദാറ്റ് എൻ്റെ കയ്യിലൊരു 30 കൂളംബ് ഓഫ് ചാർജ് ഉണ്ട്. ഈ 30 കൂളംബ് ഓഫ് ചാർജ് എനിക്ക് ഈ പോയിന്റിൽ നിന്നും ഈ പോയിന്റിലേക്ക് മൂവ് ചെയ്യാൻ ഞാൻ എടുത്ത വർക്ക് 60 ജൂൾ ആണ്. അതായത് എൻ്റെ കയ്യിൽ 30 കൂളംബ് ചാർജ് ഉണ്ട്. ഓക്കെ, ഈ ചാർജ് എനിക്ക് എക്സ് നിന്ന് വൈയിലേക്ക് മൂവ് ചെയ്യാൻ ഞാൻ ഉപയോഗിച്ച വർക്ക് എത്രയാണ്? 60 ജൂൾ വർക്കാണ് എടുത്തത് വെച്ചാൽ അപ്പോൾ ഈ ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയായിരിക്കും? എന്താണ്? 60 ഡിവൈഡഡ് ബൈ 13, അതായത് എത്രയായിരിക്കും?
2 volt. Potential difference in unit എന്താണ്? Volt. Okay. അപ്പോൾ 2 volt ആയിരിക്കും എന്താണ് ഇവിടെ ഈ ഇടയിലുള്ള വോൾട്ടേജ്. മനസ്സിലായോ? അതേപോലെ ഇപ്പൊ എൻ്റെ കയ്യിൽ എത്രയാണ് 10 കൂളംബ് ഓഫ് ചാർജ് ഉണ്ട്. ഓക്കെ, ഈ 10 കൂളംബ് ഓഫ് ചാർജ് ഇവിടെ എക്സിൽ നിന്ന് വൈയിലേക്ക് മൂവ് ചെയ്യാൻ ഞാൻ എടുത്ത വർക്ക് 5 ജൂളാണ്, 5 ജൂളാണെന്നെങ്കിൽ അപ്പോൾ 10 കൂളംബ് ഓഫ് ചാർജ് എൻ്റെ കയ്യിലുണ്ട്, ഞാൻ അത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ എടുത്തത് 5 ജൂളാണെങ്കിൽ അപ്പോൾ ഈ ഇതിൻ്റെ ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്തായിരിക്കും? അതായത് 5/10 പറയുന്നത് 0.5 വോൾട്ട് ആയിരിക്കും ഇതിൻ്റെ ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഓക്കെ, ഇത്രയും ഓക്കെ ആണല്ലോ. അപ്പം അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ജനറൽ ഇക്വേഷൻ എങ്ങനെയാണ് എഴുതാം? സോ എൻ്റെ കയ്യിൽ ഇപ്പോൾ Q കൂളംബ് ഓഫ് ചാർജ് ഉണ്ട്. ഈ Q കൂളംബ് ഓഫ് ചാർജ് ഈ പോയിന്റിൽ നിന്നും ഈ പോയിന്റിലേക്ക് മൂവ് ചെയ്യാൻ എനിക്ക് ആവശ്യമായ വർക്ക് എന്ന് പറയുന്നത് എന്താണ്? W ജൂൾ ഓഫ് വർക്കാണ് ഞാൻ ചെയ്തതെങ്കിൽ V പൊട്ടൻഷ്യൽ എങ്ങനെയാണ് ഞാൻ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ എങ്ങനെയാണ് ഞാൻ റെപ്രസെന്റ് ചെയ്യുക? അതായത് എൻ്റെ കയ്യിൽ Q കൂളംബ് ഓഫ് ചാർജ് ഉണ്ട്, അത് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്ന വർക്ക് എന്താണ്? W ജൂൾ ഓഫ് വർക്കാണ്. അങ്ങനെ ചെയ്യുമ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V is equal to എന്താ എഴുതാം? എത്ര വർക്കാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്? W വർക്കും എത്ര കൂളംബ് ഓഫ് ചാർജ് ആണുള്ളത് എൻ്റെ കയ്യിൽ? Q കൂളംബ് ഓഫ് ചാർജ്. അപ്പോൾ W/Q. അപ്പൊ നമുക്ക് ജനറൽ ഇക്വേഷൻ ഓഫ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണ് കിട്ടി? B എന്ന് പറയുന്നത് എന്താണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഓക്കെ, ഇതിന്റെ യൂണിറ്റ് എന്താണ്? വോൾട്ട് ആണ്. ഓക്കെ, ഇതിന്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ യൂണിറ്റ് എന്താണ്? വോൾട്ട് ആണ്. W പറയുന്നത് എന്താണ്? വർക്ക് ഡൺ. വർക്ക് ഡൺ കൂളംബിലാണ്, സോറി ജൂളാണ് നമ്മൾ എന്താണ് ഇത് റെപ്രസെന്റ് ചെയ്യുക. ദെൻ Q പറയുന്നത് എന്താണ്? ചാർജ്. അതിന്റെ യൂണിറ്റ് പറയുന്നത് എന്താണ്? കൂളംബ്. ഓക്കെ, വർക്ക് ഡൺ ജൂൾ. അപ്പോൾ ഇതിന്റെ ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണ് കിട്ടിയല്ലോ? V is equal to W/Q. അറിയാം. ഈ W/Qന് നമുക്ക് എന്താ അപ്പൊ വർക്ക് എത്രയാണ് ചെയ്തതെന്ന് എഴുതിക്കോ. വർക്ക് എന്തായിരിക്കും? V into Q. That is work is equal to QV എന്ന് എഴുതാം നമുക്ക്. റൈറ്റ്, ഇതൊരു ഫസ്റ്റ് ഇക്വേഷൻ ആയി കൺസിഡർ ചെയ്യാം. W എന്താണ്? Q into V ആണ്. വർക്ക് എത്രയാണ് ഈ സർക്യൂട്ടിലുള്ളത് നമുക്ക് കിട്ടി. അങ്ങനെയാണ് T ടൈമിൽ ഈ സർക്യൂട്ടിന്റെ പവർ എത്രയായിരിക്കും? Power supplied by the battery to the circuit in a T second of time is equal to power എന്താണ്? work into time ആണെന്ന് നമുക്ക് അറിയാം. So W into work by time ആണെന്ന് അറിയാം. work by time which is equal to എന്താണ്? VQ by T. right? V into Q into T ആണെന്ന് നമുക്കറിയാം. പക്ഷേ നമുക്ക് നേരത്തെ അറിയാം കറണ്ട് എന്താണ്? കറണ്ട് is equal to, ഞാൻ ഈ ജസ്റ്റ് ഒന്ന് ഈ ഡയഗ്രാം ഓർമ്മയുണ്ടോ? അല്ലെങ്കിൽ ഞാൻ ഇവിടെ എഴുതാം ബാക്കി. സോ ഇത് കഴിഞ്ഞാൽ മുകളിലേക്കാണ് വരുന്നത്. ഇത് രണ്ടാമത്തെ ആണെങ്കിൽ പവർ എന്താണ്? പവർ is equal to W/T is equal to എന്താണ് നമുക്ക് ഇവിടെ ഇരിക്കുന്നത്? V Q/T പറയുന്നത് എന്താണ്? ഞാൻ റീപ്ലേസ് ചെയ്തിട്ട് I പറഞ്ഞിട്ട് എഴുതുകയാണ്. ഓക്കെ, V into I എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എഴുതുന്നത്. അപ്പൊ നമുക്ക് ഈ സർക്യൂട്ടിൽ T ടൈമിലുള്ള പവർ എത്രയാണ് കിട്ടിയത്? ദാറ്റ് ഈസ് V into I. സോ പവർ എത്രയാണ് കിട്ടി? വർക്ക് എത്രയാണ് കിട്ടി? നമ്മൾ ഈ സർക്യൂട്ടിൽ കൂടി എന്താണ്? ചാർജ് ഫ്ലോ ആണ്, അതായത് ഇലക്ട്രിക്കൽ എനർജിയാണ് നമ്മൾ പാസ് ചെയ്യുന്നത്. റൈറ്റ്? സോ ഈ ഇലക്ട്രിക്കൽ എനർജി പാസ് ചെയ്യുമ്പോൾ ഈ സർക്യൂട്ടിൽ ഞാൻ ആദ്യം തന്നെ എന്ത് ഡിസ്കസ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്? ഹീറ്റിംഗ് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറണ്ട് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിന്നൊക്കെ നമുക്ക് എന്താണ്? ഹീറ്റ് എനർജിയാണ് ഫുൾ ഡെവലപ്പ് ചെയ്യുന്നത്. റൈറ്റ്?
സോ ഇവിടെ എനർജി എങ്ങനെയാ പവർ എന്ന് കണ്ടുപിടിക്കുക? പവർ ഇൻറ്റു ടൈം ആണ് എന്ത്? എനർജി. സോ ഇതിലുള്ള എനർജീനെ എങ്ങനെയാണ്, അപ്പൊ എത്രത്തോളം എനർജി ടി സെക്കൻഡ് ഇതിൽ ഫ്ലോ ചെയ്യുന്നത് എങ്ങനെയാ മനസ്സിലാവുക? പവർ ഇൻറ്റു ടൈം. അപ്പൊ എനർജി ഈസ് ഈക്വൽ ടു പവർ ഇൻറ്റു ടൈം ഈസ് ഈക്വൽ ടു എത്രയാണ്? VIT എന്ന് കിട്ടില്ലേ? ഇതാണ് മൂന്നാമത്തെ ഇക്വേഷൻ. അപ്പോ പക്ഷെ മനസ്സിലാക്കുക, ഈ എനർജി ഒക്കെ എന്തായിട്ടാണ്? ഹീറ്റ് എനർജി ആയിട്ടല്ലേ ഈ ഡിവൈസസിൽ പോകുന്നത്, അല്ലെ? അപ്പോ ഈ എനർജി, ഈ P ഇൻറ്റു ടിനെ നമുക്ക് H വെച്ചിട്ട് റീപ്ലേസ് ചെയ്തൂടെ? അതായത് H പറയുന്നത് ഹീറ്റ് എനർജി. ഓക്കെ, അപ്പൊ ഞാൻ എന്താണ് ഈ P/Tക്ക് പകരം H ആയിട്ട് റീപ്ലേസ് ചെയ്യാണ്. ഓക്കെ, ഈ ചിത്രം എല്ലാവർക്കും ഓർമ്മയുണ്ടാവും വിചാരിക്കുന്നു. ഞാനൊന്ന് റബ് ചെയ്യാണ് കേട്ടോ. ജസ്റ്റ് ഇവിടെ വേണമെങ്കിൽ ചെറുതായിട്ട് വരയ്ക്കാം. അതായത് ഒരു വോൾട്ടേജ് ഉണ്ട്, ഒരു സ്വിച്ച് ഉണ്ട്, ഒരു അമ്മീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്, അത് കഴിഞ്ഞ ഒരു റെസിസ്റ്റർ ഉണ്ട്, ഒരു വോൾട്ട് മീറ്റർ ഉണ്ട്. ഇതാണ് ചെറിയൊരു. ഓക്കെ, ഈ എനർജീനെ ഞാൻ എന്ത് ചെയ്യാണ്? P ഇൻറ്റു ടിനെ H ആയിട്ട് റീപ്ലേസ് ചെയ്യാം, ഹീറ്റ് എനർജി. ഓക്കെ, H is equal to VIT. V is the voltage, I is the current, T is the time. ഇനി നമുക്ക് ഈ സർക്യൂട്ട് റെസിസ്റ്റൻസിന്റെ ഇൻഫ്ലുവൻസ് എന്താണെന്ന് നോക്കാം. നമുക്ക് എല്ലാവർക്കും എന്താ ഓംസ് ലോ അറിയാലോ? ഓംസ് ലോ എന്താ പറയുന്നത്? V is equal to IR അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ വിക്ക് പകരം നമുക്ക് എന്താണ് IR സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെ അപ്പോൾ H പറയുന്നത് എന്താ വരിക? IR ഇൻറ്റു I ഇൻറ്റു ടി എന്ന് വരും അല്ലേ? അപ്പോൾ എന്തായിരിക്കും? I സ്ക്വയർ R T എന്ന്. H is equal to I സ്ക്വയർ R T. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എന്തുകൊണ്ടാണ് നിക്രോം വയർ റെഡ് ഹോട്ട് കണ്ടീഷൻ ആയത്, എന്താണ് റെസിസ്റ്റൻസിന്റെ ഇൻഫ്ലുവൻസ് എന്ന്. അങ്ങനെ ഒരു കണ്ടക്ടറിൽ ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്ത് ഹീറ്റിംഗ് എഫക്റ്റ് ഉണ്ടാകുന്ന ആ എഫക്റ്റിനെയാണ് നമ്മൾ പറയുക ഹോമിക് ഹീറ്റിംഗ് അല്ലെങ്കിൽ എന്ത് ജൂൾസ് ഹീറ്റിംഗ് എന്നാണ്. ഹോമിക് ഹീറ്റിംഗ് or joules heating. അതായത് ഒരു ഇലക്ട്രിക് സർക്യൂട്ടിൽ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ ആ എന്താ ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യും, ഒരു ഹീറ്റിംഗ് എഫക്റ്റ് ഉണ്ടാവുന്ന അങ്ങനെ ആ പ്രോസസ്സിനെയാണ് ഹീറ്റിംഗ് ഹോമിക് ഹീറ്റിംഗ് അല്ലെങ്കിൽ ജൂൾസ് ഹീറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ്? ഇത് മായ്ക്കാണ് കേട്ടോ. ഓക്കെ, സോ നമ്മൾ നേരത്തെ പറഞ്ഞത് H is equal to I സ്ക്വയർ R T. അപ്പോൾ ഇവിടെ ഒരു നിയമം വരുന്നു, ജൂൾസ് നിയമം അല്ലെങ്കിൽ ജൂൾസ് ഹെഡ്. വാട്ട് ഈസ് ജൂൾസ് ലോ ഓർ ജൂൾസ് ലോ ഓർ ജൂൾസ് നിയമം എന്താണ് പറയുന്നത്? ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ is directly proportional to the square of the product of the square of the current in that conductor, resistance of the conductor and time of current flowing in that conductor. അതായത് ഒരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്തായിരിക്കും? ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ product of current, square of the current in that conductor, resistance R in that conductor and time of flow in which the current is passing through the conductor.
ഇതാണ് എന്ത് ജൂൾസ് ലോ പറയുന്നത്. ഐ പറയുന്നത് ആംപിയേഴ്സിലാണ് മെഷർ ചെയ്യുന്നത്. ആർ പറയുന്നത് എന്താ ഹോംസ്. ടി പറയുന്നത് എന്താണ് സെക്കൻഡ്സ്. ഓക്കെ, സോ ഇന്ന് ഇത്രയും പോർഷൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇത്രയും പോർഷൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ എന്തെങ്കിലും മനസ്സിലാകാത്ത പോർഷനോ ഉണ്ടെങ്കിൽ ആ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ എനിക്ക് നെക്സ്റ്റ് സെക്ഷൻ ഡിസ്കസ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് മനസ്സിലാവാത്തതുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കൂടി ചേർത്ത് ഒന്നുകൂടിയും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ്സസ് ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഫ്രണ്ട്സിനോടും ഇത് ഷെയർ ചെയ്യുക. അപ്പോൾ ഇത്രയും വെച്ച് നിർത്തുകയാണ്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.